മഴയൊന്നു പെയ്തപ്പോഴേക്ക് റോഡ് ചെളിപരുവത്തിലായതിനെ തുടർന്ന് യാത്രാപകടം നിറഞ്ഞതായി മാറി കൂട്ടായി റെഗുലേറ്റർ കം ബ്രിഡ്ജ്. ബ്രിഡ്ജിനോട് ചേർന്ന് നിർമ്മിച്ചിട്ടുള്ള താൽക്കാലിക റോഡിലാണ് അപകടം പതിയിരിക്കുന്നത്. ഇതോടെ ഇരുചക്രവാഹന യാത്രക്കാർക്ക് ഇതുവഴിയുള്ള യാത്ര പേടി നിറഞ്ഞതായി മാറി. ബുധനാഴ്ച രാത്രി മുതൽ പെയ്ത മഴയ്ക്ക് ശേഷമുള്ള റെഗുലേറ്റർ കം ബ്രിഡ്ജ് റോഡിന്റെ അവസ്ഥയാണിത്. പാലത്തിലേക്ക് നിർമ്മിച്ചുള്ളത് ചെങ്കുത്തായ റോഡാണ്. ചരൽ വിരിച്ചാണ് താൽക്കാലിക റോഡ് ഒരുക്കിയിട്ടുള്ളത്. മഴ പെയ്തതോടെ ചരൽ കുഴമ്പ് രൂപത്തിലായി. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. ഇതോടെ ഇരുചക്രവാഹനങ്ങളുടെ യാത്ര ദുഷ്കരമായിരിക്കുകയാണ്. ചെളിയിൽ ടയർ പൂഴ്ന്ന് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമാകുന്ന അവസ്ഥയാണ്. ബുധനാഴ്ച രാത്രി തുടങ്ങിയ മഴ വ്യാഴാഴ്ച പുലർച്ചെ വരെ നീണ്ടിരുന്നു. ഒരൊറ്റ ദിവസത്തെ മഴയോടെ റോഡിന്റെ വശങ്ങളിൽ വ്യാപകമായി വിള്ളലും രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് റോഡിന്റെ തകർച്ചയ്ക്കും കാരണമാകുന്നു. ദിവസവും നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡിലാണ് അപകടം പതിയിരിക്കുന്നത്. ഇത് നമ്മുടെ കൂട്ടായി റെഗുലേറ്റർ കം ബ്രിഡ്ജാണ്. 3 വർഷത്തോളമായി ഈ ഗതാഗത സൗകര്യം വിച്ഛേദിച്ചിട്ട് അതിന് അനുസൃതമായി താൽക്കാലിക ബണ്ട്, അശാസ്ത്രീയമായി താൽക്കാലിക ബണ്ട് ഇവിടെ നിർമ്മിച്ചിട്ട് ഇന്ന് ഭൂമിയിലേക്ക് മഴ വീണിട്ടില്ല. അപ്പോഴേക്കും ബണ്ടിൻ്റെ അവസ്ഥ, ഈ ശോചനീയ അവസ്ഥ ജനങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട്. കാരണം ഒരു ബൈക്കോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ബൈക്ക്, അത്തരത്തിലുള്ള ബൈക്കുകൾ റോഡിലൂടെ പോയി കഴിഞ്ഞാൽ 25-30 അടി ആഴത്തിലേക്കാണ് ഒരു മനുഷ്യ ചിതറിത്തെറിക്കുക. അപ്പോൾ ഇത് തികച്ചും എന്താ പറയുക, അധികൃതരുടെ അനാസ്ഥ കാരണം കൊണ്ട് ഒരു വിലപ്പെട്ട ജീവനാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. ജീവൻ പോയതിന് ശേഷം അധികൃതർ കണ്ണ് തുറന്നിട്ട് ഒരു കാര്യമില്ല. അതിനു മുമ്പ് അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് നമ്മുടെ നാട്ടുകാരായ ഞങ്ങൾക്ക് പറയാനുള്ളത്. നമ്മുടെ സമീപ പ്രദേശത്തുള്ള മുഴുവൻ ഈ തിരൂർ താലൂക്കിലെ തന്നെ മുഴുവൻ ആളുകളും ഇതിലൂടെയാണ് പാസ് ചെയ്യുന്നത്. കാരണം കുറ്റിപ്പുറം ഭാഗത്തേക്ക്, ചമ്രവട്ടം ഭാഗത്തേക്കൊക്കെ വളരെ എളുപ്പമാർഗമാണ് ഈ ഒരു പാലത്തിലൂടെ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളും നാട്ടുകാരും അടങ്ങുന്ന ഒരുപാട് ആയിരക്കണക്കിന് യാത്രക്കാരാണ് ഈ ഗതാഗത നിയന്ത്രണം വെച്ചിട്ട് പോലും, വലിയ വാഹനങ്ങൾ ഇപ്പോൾ ഇതിലെ കൂടി പാസിംഗ് ഇല്ല, എന്നിട്ട് പോലും ചെറിയ വാഹനങ്ങളിലൂടെ ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ യാത്ര ചെയ്യുന്നത്. ഇവിടെ വളരെ സുരക്ഷിതമില്ലാത്ത ഒരു നിയന്ത്രണമില്ലാത്ത രീതിയിലാണ് ഇവിടെ ഈ ഒരു റോഡ് കിടക്കുന്നത്. ആയതുകൊണ്ട് തന്നെ വളരെ അപകടാവസ്ഥയിലാണ് ഇപ്പോൾ ഈ മഴ പെയ്തപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥ ഉള്ളത്. എല്ലാവരും ശ്രദ്ധിക്കണമെന്നാണ് വളരെ വിനീതമായിട്ട് ഈ സമയത്ത് പറയുന്നത്. മാത്രമല്ല, എത്രയും പെട്ടെന്ന് അധികാരികൾ കണ്ണു തുറന്ന് ഇതിൻ്റെ ഈ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നും ആണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നിലവിലെ റെഗുലേറ്റർ കം ബ്രിഡ്ജിലേക്ക് നേരത്തെയുണ്ടായിരുന്ന അപ്രോച്ച് റോഡ് പൊളിച്ച് ലോക്കം ബ്രിഡ്ജ് നിർമ്മിക്കുന്ന പ്രവൃത്തി പുരോഗമിക്കുകയാണ്. ഇതിനകം പൈലിംഗ് പൂർത്തിയായിട്ടുണ്ട്. ഇതിനോടനുബന്ധിച്ചാണ് പുഴയിൽ താൽക്കാലിക ബണ്ട് കെട്ടി പുതിയ റോഡ് ഒരുക്കിയത്. ശക്തമായ മഴ തുടർച്ചയായ ദിവസങ്ങളിൽ പെയ്ത് പുഴയിൽ ജലനിരപ്പ് ഉയർന്നാൽ ഇതുവഴിയുള്ള യാത്ര തന്നെ മുടങ്ങും. അപകടാവസ്ഥയിലുള്ള പാലത്തിലൂടെ ഇരുചക്രവാഹനങ്ങളും ഓട്ടോയും മാത്രമാണ് കടത്തിവിടുന്നത്. പാലം കൂടുതൽ അപകടനിലയിൽ ആയിട്ടുള്ളതിനാൽ ഇതിലൂടെയുള്ള യാത്ര ഭീതി നിറഞ്ഞത് കൂടിയാണ്. റെഗുലേറ്റർ കം ബ്രിഡ്ജ് അപകടനിലയിലായിട്ട് 3 വർഷമായിട്ടും പുതുക്കിപ്പണിയാൻ നടപടിയുണ്ടായിട്ടില്ല. അതിനിടെയായിരുന്നു കഴിഞ്ഞ വർഷം അപ്രോച്ച് റോഡിന് പകരം ലോക്കം ബ്രിഡ്ജ് നിർമ്മിക്കുന്ന പ്രവൃത്തി തുടങ്ങിയത്. നിലവിലെ പാലത്തിന്റെ പുതുക്കിപ്പണിയലും ഇതിനൊപ്പം നടത്തണമെന്നത് നാട്ടുകാരുടെ ആവശ്യമാണ്. ഇതിന് തയ്യാറാക്കിയ പദ്ധതി ഫയലുകളിൽ ഒതുങ്ങുകയാണ്. മംഗലം പഞ്ചായത്തിന്റെ ഇരുകരകളിലും ഉള്ളവർക്ക് ഒട്ടേറെ ആവശ്യങ്ങൾക്ക് പരസ്പരം ബന്ധപ്പെടുന്നതിനുള്ള ഏക യാത്രാമാർഗമാണ് പാലം. മംഗലം, ആലത്തിയൂർ, തിരുനാവായ ഭാഗങ്ങളിലുള്ളവർക്ക് തീരദേശ ഹൈവേയിൽ എത്തിപ്പെടുന്നതിനും കൂട്ടായി പറവണ്ണ മേഖലകളിലുള്ളവർക്ക് ഗുരുവായൂർ, തൃശൂർ, എറണാകുളം ഭാഗങ്ങളിലേക്ക് പോകുന്നതിനും എളുപ്പമാർഗം പാലം വഴിയുള്ള യാത്രയാണ്. എഡിറ്റർ ലൈവ്, മംഗലം. Ha ha ha.
നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.